എന്റെ ഭർത്താവിന് എന്നെ സംരക്ഷിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നൊക്കെ നേടിത്തരാനും കഴിയുന്നൊരു ദിവസം വരുവാണെങ്കിൽ ഉണ്ണിയൻ എന്നെ വന്ന് വിളിക്കട്ടെ. അന്ന് ഞാൻ വരാം. അതുവരെ എന്നെ ആരും പ്രതീക്ഷിക്കണ്ട. അയ്യോ മോളെ, പോലെ മോളെ, മോളെ പോവല്ലേ മോളെ. വിടമ്മേ, വിടാൻ. എന്റെ വാശി നിങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷെ അവക്കറിയാം, എന്നെക്കാളും നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞു വെച്ചിട്ടാ ഇതൊക്കെ ചെയ്തത്. ഇനി ഇവിടെ നിന്നാലേ ഇതിനപ്പുറം നാടകവും പിന്നീട് ഇതുപോലെ ക്ലൈമാക്സും ഉണ്ടാവും. അതെന്നെ സന്തോഷിപ്പിക്കില്ല, എന്നെ ചിരിപ്പിക്കില്ല, എന്റെ മനസ്സ് തണുപ്പിക്കുകയില്ല. എന്നാ ഇതൊക്കെ അനുഭവിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. അവരുടെ ആശ്വാസത്തോടെയുള്ള ആ മുഖം കാണാൻ എനിക്ക് വയ്യ. ഞാൻ പോവാ. മോനെ, നീയും കൂടെ ചെല്ലടാ. കരുണ നിക്ക്. കരുണ, കരുണ പറയുന്നൊന്ന് കേക്ക്. നല്ല മഴ വരുന്നുണ്ട്. ഓട്ടോ വിളിക്കണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് നടക്കണം. അതുകൊണ്ട് ഓട്ടോ സ്റ്റാൻഡ് വരെ എന്നെ കൊണ്ടാക്കാം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവിടാം. അതിനപ്പുറം തിരികെ വിളിക്കണ്ട. കണ്ണേട്ടാ, കരുണ ഒന്നും പറയണ്ട. എടാ മോനെ, അവളെ വീട്ടിൽ കൊണ്ടാക്ക്. ചെല്ലടാ. നിനക്ക് തൃപ്തിയായില്ലേ? നീ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നല്ലോ. അനിയത്തിയെ നോക്കാൻ വന്നവള് ഇപ്പൊ ഈ വീട് പിടിച്ചടക്കിയല്ലോ. ആരും ഒന്നും പറയണ്ട. എന്റെ ഭാര്യയുടെ ഭാഗത്തുകൊണ്ട് തെറ്റ്. അത് ഇയാളുടെ അനിയത്തിയെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അല്ലാതെ അതിനപ്പുറം വീഴ്ചയൊന്നും ഇയാൾക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് പോയോള് പൊക്കോട്ടെ. അഹങ്കാരത്തിന് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ലമ്മേ. അഹങ്കാരിയായ ഒരുവള് അവൾക്കൊരു നേട്ടം വരുമ്പോ സന്തോഷിക്കും. തൊട്ടടുത്തൊരു പരാജയം വരുമ്പോഴേ അതിലേറെ ദുഃഖിക്കും. അത്തരം മനസ്സുള്ളവരെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. വൈകല്യമുള്ള ഒരാളെയാ ഇയാൾക്ക് ഭർത്താവായിട്ട് കിട്ടിയത്. എന്നാൽ അമ്മയും നീയും മനസ്സിൽ വെച്ചോ, എന്നേക്കാൾ ഒരുപാട് എന്നുവെച്ചാൽ 1000 മടങ്ങ് മനസ്സിനകത്ത് വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ ഉണ്ണിക്ക് കിട്ടിയത്. അതവന്റെ ഭാഗ്യക്കേടായിട്ട് ഞാൻ പറയൂ. 101 പവനും കോടികളുടെ സ്വത്തുമല്ല ഒരു പെൺകുട്ടിയുടെ സമ്പാദ്യം. അതവളുടെ സ്വഭാവം തന്നെയാ. അതില്ലാത്തവൾക്കൊപ്പോൾ ഒരു ആണിന്റെ ജീവിതം നരകത്തേക്കാൾ കഷ്ടമായിരിക്കും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.